ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് മിക്സ്ചർ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ആൻഡ് ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് അപ്പത്തിന് എങ്ങനെയാണ് തിരുമണ അതനുസരിച്ച് നമുക്ക് തിരുമ്മി വയ്ക്കാം. അതിനുശേഷം ഒരു ചീനിച്ചട്ടിലേക്ക് എണ്ണ തിളപ്പിച്ച് അതിലേക്ക് മിക്സ്ചറിന് ആവശ്യമായ കടലകൾ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളക് ഇതെല്ലാം ആ സെയിം എണ്ണയിൽ തന്നെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. വറുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കടലമാവ് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, എണ്ണയുടെ മുകളിലേക്ക് കിടക്കണ്ട. അതിനുശേഷം നല്ല ഡീപ്പ് ഫ്രൈ ആയ ശേഷം നമ്മളത് എടുത്ത് മാറ്റി പാത്രത്തിലേക്ക് ആക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് നോക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടണം. ഒട്ടും വെള്ളമായി അതിലുണ്ടാവാൻ പാടില്ല. പിന്നെ ബാക്കി വരുന്ന കടലമാവ് കുറച്ച് വെള്ളം ചേർത്ത് ലിക്വിഡ് പരുവത്തിലായിട്ട് നമുക്കിതിലേക്ക് മിക്സ്ചറിൽ കാണുന്ന ബബിൾസ് പോലെ ഉണ്ടാക്കാവുന്നതാണ്. ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഇട്ടുണ്ടാക്കിയാൽ മതി. അതും ഡീപ് ഫ്രൈ ആയ ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പം നമുക്ക് മിക്സ്ചറിന് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ എല്ലാം ഒന്ന് പൊടിച്ച് മിക്സാക്കി ഇനി നമുക്കിതൊരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഡീപ് ഫ്രൈ ആയതുകൊണ്ട് ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. ഈവനിങ് ചായക്കൊപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. ഇനി ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.